വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലൂടെ നമ്മുടെ പപ്പുച്ചേട്ടൻ ഹിറ്റാക്കിയ നമ്മുടെ താമരശ്ശേരി ചുരം. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? നമ്മള് താമരശ്ശേരി ചുരന്ന് ഒരിക്കൽ ആ ചുരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റെയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, നമ്മുടെ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ അല്ലാഹ്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്ത് നിന്നും തുടങ്ങുന്ന 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള 9 ഹെയർപിൻ വളവുകളുള്ള പാതയാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. ഹായ് ഹലോ, എല്ലാവർക്കും റോയി 3R വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വയനാട് സഞ്ചാരികളുടെ പറുദീസ എപ്പിസോഡ് 2. നമ്മൾ വയനാട് ചുരം എന്ന് പറയുന്നത് ശരിക്കും താമരശ്ശേരി ചുരമാണ്. കോഴിക്കോടിൻ്റെ ഭാഗമാണിത്. ഈ ചുരം അടിവാരത്തുനിന്ന് തുടങ്ങി വയനാട്ടിലെ ലക്കിടിയിലാണ് അവസാനിക്കുന്നത്. 9ാമത്തെ ഹെയർപിൻ വളവിലെ ആ വ്യൂ പോയിൻ്റ് ഏകദേശം 2625 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലമായാലേ നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്നും താഴോട്ട് നോക്കുകയാണെങ്കിൽ മേഘങ്ങളും കോടമഞ്ഞും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അതൊരു വേറെ അനുഭവം തന്നെയാണ് കേട്ടോ. മൈസൂർ, ഊട്ടി, ബാംഗ്ലൂർ ഈ സ്ഥലത്തേക്കുള്ള അന്തർ സംസ്ഥാന പാത കൂടിയാണ് ഈ ചുരം. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത 766 അതാണ് ഈ ചുരം. വയനാട്ടിലെ ഇനിയും കാണാത്ത കാഴ്ചകളും പറയാത്ത വിശേഷങ്ങളും. ചുരത്തിലൂടെ ഒരു മഴക്കാല യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചുരത്തിൽ പെട്ടെന്ന് ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ്. ഇത് ശനിയാഴ്ചയും കൂടിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. മഴക്കാലത്താണ് പോകുന്നതെങ്കിലും ഇപ്പോൾ കുറച്ച് മഴ മാറി നിൽക്കുന്നുണ്ടേ. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ ചുരത്തിന് ഒരു ചരിത്രം കൂടിയുണ്ട്. താമരശ്ശേരി ചുരം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. എന്നാൽ ഇതിന് നിമിത്തമായതോ വഴികാട്ടിയായതോ അതൊക്കെ പ്രദേശവാസികളായ ആദിവാസികളായിരുന്നു. അതിലെ കരിന്തണ്ടൻ എന്നയാളാണ് ഈ ചുരത്തിന് വഴികാട്ടിയായത്. പിന്നീട് ഈ കരിന്തണ്ടൻ എന്നയാളെ ഇവർ വധിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ചുരത്തിൻ്റെ ആ ഖ്യാതി ബ്രിട്ടീഷുകാരുടെ പേരിലാക്കാനാണ് അങ്ങനെ വധിച്ചത്.
അതിനുശേഷം കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഒരു മരത്തിൽ ബന്ധിക്കുകയും ചെയ്തു. ചുരം കയറിക്കഴിഞ്ഞാൽ ലക്കിടിയിൽ നമുക്ക് ആ മരം കാണാം, ചങ്ങലയിലിട്ട ആ മരം. മഴക്കാലത്ത് നമ്മൾ ചുരം കയറുമ്പോഴേ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ കുറേ കാണാം, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. മുകളിൽ മലയിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ചയാണത്. അതൊരു മനോഹര ദൃശ്യമാണ്. മുകളിൽ വരെ നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടിയിലാണ് ഞാനിപ്പം യാത്ര ചെയ്യുന്നത്. സ്ഥിരം നമ്മൾ യാത്ര ചെയ്യുന്നൊരു സംഭവമാണ്. ഇതാണ് ചുരത്തിലെ 9ാം വളവിന് ശേഷമുള്ള വ്യൂ പോയിൻ്റ്. ഇവിടെ എപ്പോഴും ജനങ്ങളുടെ ഒരു തിരക്കായിരിക്കും. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും വാഹനങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂടെ ഒരുപാട് കുരങ്ങന്മാരെയും കാണാനായിട്ട് കഴിയും. അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പം അവർ എപ്പോഴും ഈ ചുരത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലെങ്കിലും ഇവിടെ നിരത്തി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളും ഉണ്ടാവും. ഇതേ ചുരത്തിൻ്റെ മറ്റൊരു ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോഴേ നല്ല മഴക്കാറുമുണ്ട്, ചെറുതായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. ഇനി നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാലേ കോടമഞ്ഞുകൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാം ദൂരെയൊക്കെ. അതുപോലെ തന്നെ മഴ പെയ്തിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. റോഡുകൾ പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും ചെയ്യും മഴ പെയ്താൽ. ഈ ചുരത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയ കുരിശിൻ്റെ വഴി നടക്കുന്നത് ഈ ചുരത്തിലൂടെയാണ്. വെള്ളിയാഴ്ചകളിലൊക്കെ മിക്ക സമയത്തുണ്ടാവും. പിന്നെ നോമ്പിൻ്റെ സമയത്തും ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഇതിലെ ചുരത്തിൻ്റെ വഴി നടക്കാറുണ്ട്. നമ്മുടെ പപ്പുചേട്ടൻ പറഞ്ഞ് വലുതാക്കിയ നമ്മുടെ താമരശ്ശേരി ചുരം. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ അടുത്ത് ഇടത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നൊരു സംഭവം കാണാം. ഒന്ന് ഹൈപ്പ് ചെയ്യാനും ഓർക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ വിജയത്തിന് മുന്നിലുള്ളത്. എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വയനാട് ചുരം കയറിക്കഴിഞ്ഞാലേ ആദ്യം എത്തുന്നത് ലക്കിടിയിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, കുരിശിൻ്റെ വഴി അടിവാരത്തുനിന്ന് തുടങ്ങിയിട്ട് ലക്കിടി പള്ളിയിൽ വരെയാണ് കുരിശിൻ്റെ വഴി നടക്കുന്നത്. ഇതാണ് ലക്കിടി. ഇവിടെയാണ് നമ്മുടെ കരിന്തണ്ടൻ്റെ ആ ചങ്ങലമരമൊക്കെ ഉള്ളത്. അപ്പം മഴക്കാലത്തെ നമ്മുടെ വയനാട് വീഡിയോ ഇഷ്ടപ്പെട്ടോ? ചുരത്തിലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ. പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം.